ഗൈസ് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ ഒരു ചെറിയ വീഡിയോ മാത്രമാണ്. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി നേരത്തെ ഒന്ന് ചാർജ് ചെയ്തായിരുന്നു. പക്ഷേ ചാർജ് ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം മാത്രം ഓടിച്ചിട്ടുള്ളൂ. ഓടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടിട്ട് പിന്നെ വണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ വണ്ടിയുടെ ചാർജ് ഫുൾ ഇറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പിൽ നിന്ന് വേറൊരു ബാറ്ററി എടുത്തിട്ടാണ് നമ്മൾ വണ്ടി കൊണ്ട് ഒരിടത്തും പോയത്. അപ്പോൾ വണ്ടിയിൽ ഇരുന്ന ബാറ്ററി നമ്മൾ ഇന്നലെ ചാർജ് ചെയ്യാൻ കൊടുത്തായിരുന്നു. അപ്പം അത് ചാർജ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാറ്ററി മേടിച്ചിട്ട് വണ്ടി ഇടാം. അതൊരു ചെറിയ വീഡിയോ മാത്രം. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഞാനപ്പോൾ നിങ്ങൾക്ക് ബോണറ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പം ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ രീതിയിൽ എങ്ങനെയാണോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു മാത്രം. ഐസപ്പ് ഇതെൻ്റെ മാമൻ്റെ വണ്ടിയാണ്. ബാറ്ററി നമുക്കിപ്പം കടയിൽ പോയി ബാറ്ററി മേടിച്ചിട്ട് ഞാൻ അത് ഇടുന്നൊരു വീഡിയോ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. നമ്മൾ ചിലവർ പറയും ഇപ്പം വണ്ടി എപ്പോഴും എടുക്കാത്തവരാണെങ്കിലേ എല്ലാ ദിവസവും രാവിലെ സ്റ്റാർട്ട് ചെയ്തിടണമെന്ന്. ചാർജ് ഇറങ്ങി പോകത്തില്ലെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വെറുതെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പം അതിൻ്റെ വീല് കറങ്ങണം എന്നാണ് ഞാൻ ചോദിച്ചപ്പം എന്നോടൊരു മെക്കാനിക്ക് പറഞ്ഞത്. വീല് കറങ്ങണം, അല്ലാതെ വെറുതെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇത് കണ്ട ചെറിയ ചെറിയ ഒരച്ച്, ഈ ഒരഞ്ഞതിൻ്റെ മെയിൻ കാരണം ഈ വഴി കൂടെ പോകുമ്പോഴാണ്. ഞാൻ നിങ്ങളെ എന്നാളൊരു വീഡിയോ കാണിച്ചില്ലേ, ഈ വഴി ഭയങ്കര മോശമാണ്. ഇതിൻ്റെ മേലോട്ട് കിടക്കുന്ന വഴി. ബ്രൂണി ഗൈസ്, ബ്രൂണി ഓടി വരുന്നു. മിച്ചി ബ്രൂണി കടിക്കുമോ? ബ്രൂണിച്ചിൻ്റെ വാല് നോക്ക്, ചെറിയ വാല്. കൂട്ടിൽ കയറി ബ്രൂണി കേട്ടാ, ആള് കയറി കേട്ടോ. അവിടെ ഇരിക്കും, അവിടെ ഇരുന്ന്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും അവിടെ നിന്നും ഈ കിളയ്ക്കുന്നുണ്ട്. നോക്കുമ്പോൾ മാമനും ആൻറ്റിയും കൂടെ അവിടെ നിന്ന് ചേന എടുക്കുമായിരുന്നു. അപ്പം മാമൻ ആ തൂമ്പെ കൊണ്ട് മൺകൂന ശരിക്കും ഫുള്ള് മാറ്റിയിട്ട് ചേന എടുക്കാനുള്ള പ്ലാനാണ്. അപ്പം ഗൈസ്, അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിച്ചിടാം. അതും പറ്റുന്നില്ല. രണ്ടാമത് മാമൻ വന്ന് പൊക്കി എടുത്തിട്ടുണ്ട്. ചേന എടുത്തു കഴിഞ്ഞാൽ അടുത്തത് കിടക്കുന്ന കപ്പ. അപ്പം കപ്പയും കൂടെ എടുക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കാണിക്കുന്നത് വെച്ചാൽ, കപ്പയെന്ന് പറയുമ്പോൾ നല്ല വലിയ കപ്പയായിരുന്നു കേട്ടോ. അപ്പം മാമൻ അതേ പിടിച്ച് നല്ല രീതിയിൽ ഇളക്കിയിട്ട് പൊക്കുന്നുണ്ട്. നല്ല രീതിയിൽ വേര് പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അനങ്ങാത്തത്. അപ്പം ലാസ്റ്റ് മാമൻ ഇത് പൊക്കിയെടുത്ത് വലിയ കപ്പയായിരുന്നു ഗൈസ്. നമ്മളപ്പോൾ കപ്പയും ചേനയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇനി ബാറ്ററി മേടിക്കാൻ പോവാണ്. ബാറ്ററി മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു. അപ്പോൾ നമ്മൾ ബാറ്ററി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്, നല്ല തിരക്കുണ്ട്. ഇത് നമ്മുടെ കറുകച്ചാൽ റോഡാണ്. നമ്മളിപ്പോൾ കറുകച്ചാൽ എത്താറായി. ഏകദേശം നമ്മൾ കടലെത്താം. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. എക്സൈഡ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. കറുകച്ചാലാണ് ഈ ഷോപ്പ് വരുന്നത്. ഗൈസ്, അപ്പം പുള്ളിയെ പറഞ്ഞത് ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്, മാറണം എന്നൊക്കെയാണ്. അപ്പം പുള്ളി അങ്ങനെ പറഞ്ഞ് നമ്മുടെ 150 രൂപയുള്ളത് നമ്മുടെ 200 രൂപ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം ചാർജ് ചെയ്ത് കൊടുത്തപ്പോൾ 150. ഇപ്പോൾ പുള്ളി പറഞ്ഞത് കംപ്ലൈൻറ്റ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് 200 രൂപ നമ്മുടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ ബാറ്ററിയൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വിട്ടിട്ടുണ്ട്. ഇപ്പം ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ബാറ്ററി നല്ല രീതിയിൽ മൂടിയൊക്കെ വെച്ച്. അപ്പം ഇപ്പോൾ ടൈം ഏകദേശം ഒരു 6:30 എല്ലാം ആകാറായി. അപ്പം തിരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇപ്പം ഈ റോഡിലൊക്കെ. പോകുന്ന വഴി ചായക്കുള്ള കടിയും മേടിച്ചാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ബാറ്ററി അപ്പം നമുക്ക് ഫിറ്റ് ചെയ്യാം. നമുക്ക് ബാറ്ററി നനവില്ലാത്തവിടെയും വെക്കണമല്ലോ. ഗൈസ്, നമുക്ക് മേളിലോട്ട് വെക്കാം. ഓടിക്കട്ടെ ബാറ്ററി. ബോണറ്റ് തുറക്കാം ആദ്യം. ഇപ്പം രണ്ടിൻ്റെ വയറോടൊപ്പം ഇതേ നെഗറ്റീവും പോസിറ്റീവും. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഈ ക്ലാമ്പ് ആദ്യം ഊരിയെടുക്കാം. ഈ ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ടൈറ്റ് ചെയ്ത് വെക്കാം. ബാറ്ററി അവിടെ ഇരുന്നിട്ട് ബാറ്ററിക്ക് ഒരു ഷെയ്ക്ക് വരാതിരിക്കാൻ വേണ്ടി ടൈറ്റ് ചെയ്യുന്നൊരു ക്ലാമ്പാണ്. നമുക്ക് ആദ്യം ക്ലാമ്പ് ഊരിയെടുക്കാം. ഇതിലൂടെ സേഫായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്ററി എടുത്തിട്ടുണ്ട്, നെഗറ്റീവ് പോസിറ്റീവ്. നമുക്ക് ബാറ്ററി അങ്ങോട്ട് ഇറക്കി വെക്കാം. നോക്കി വെക്കണേ.
ബാറ്ററിയൊക്കെ വെക്കുമ്പോൾ പിന്നെ കുറച്ച് ഇങ്ങോട്ട് വിട്ടിട്ട് കറക്റ്റ് ആ ഹോള് കണ്ടോ, ഹോളിൻ്റെ അവിടെ നിന്ന് കുറച്ച് വിട്ട് വെക്കണം. നമുക്കിപ്പം നെഗറ്റീവ് പോസിറ്റീവ് കൊടുക്കാം. ഏകദേശം അപ്പം നമുക്ക് കുറച്ച് ടൂൾസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് എവിടെയെങ്കിലും കാണാൻ കഴിവുണ്ട്. പന്ത്രണ്ടിൻ്റെ സ്പാനർ വേണം, 12-ൻ്റെ കിട്ടി. ഏകദേശം ഇപ്പം നമ്മൾ ഈ ക്ലാമ്പ് ഇടേണ്ടത് ടൈറ്റ്. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കുമ്പോൾ നോക്കി കൊടുക്കണം, അല്ലാതെ മാറി ഒരിക്കലും പോകരുത്. ഞാനപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തുള്ള നട്ട് ടൈറ്റ് ചെയ്യാം. അപ്പം 10 സ്പാനറാണ് ഇതിന് വേണ്ടത്. അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഗായ്സ് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗായ്സ് അപ്പം ബൈ.